അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് കുടുംബങ്ങളുടെ സ്വസ്ഥത സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു രോഗമാണ് സംശയരോഗം. വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തിലെ ഒരുപാട് കയ്പ് നീര് കുടിക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട് ഈ ഒരു സംശയ രോഗത്തിന്റെ പേരിൽ. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല കേസുകൾ അത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിൽ വല്ലാത്ത എന്താ പറയാ, എങ്ങനെയാണ് ഈ കുട്ടി ഇയാളോട് കൂടെ ജീവിക്കുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ സ്ത്രീയുമായിട്ട് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നപ്പോ ആ പെൺകുട്ടി പറയാണ്, ശരിക്കും എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിതവും വേണ്ട, ഒരു ഭർത്താവും വേണ്ട, ആ അവസ്ഥയിലാണെന്ന് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ശക്തമായിട്ടുള്ള സംശയ രോഗമാണ് ഭർത്താവിന്. അതിനൊരു കാരണവുമുണ്ട്. ഭർത്താവിന്റെ സ്നേഹിതന്റെ ഭാര്യ ഒരു പുരുഷനുമായിട്ട് മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യുകയും പിന്നീട് അത് വലിയ സ്നേഹത്തിലേക്കാവുകയും പിന്നീട് ആ പുരുഷനുമായിട്ട് ഭർത്താവിന്റെ സ്നേഹിതന്റെ ഭാര്യ ചാടിപ്പോയി. അങ്ങനെ ആ ഒരു സംഭവമാണ് ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെയാണ് ചില കാര്യകാരണങ്ങളെ കൊണ്ട് സംശയ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ വെറുതെ ചിന്തിച്ചിരുന്ന് സംശയ രോഗത്തിലേക്ക് എത്താറുണ്ട്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ഈ കളത്തിലിറങ്ങി പ്രവർത്തിക്കുന്നവരുണ്ട്. സംശയ രോഗികളായിട്ട് ജീവിതം തന്നെ പണ്ടൊരാള് പറഞ്ഞതുപോലെ നായ നക്കി എന്ന് പറയില്ലേ, അതിന്റെ അപ്പുറം വഷളായിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഈ സംശയ രോഗം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസിൽ തന്നെ ഈ ഒരു ഭർത്താവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം രാത്രി ഭാര്യയുമായിട്ട് ഉറങ്ങാൻ കിടന്നതിന് ശേഷം അദ്ദേഹം ഭാര്യ അറിയാതെ ഒരു 11 മണിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ ഭാര്യയോട് എപ്പോഴും പറയാത്ര, അറിയാത്ത നമ്പറിൽ നിന്ന് ഒരിക്കലും കോൾ വന്നാൽ നീ എടുക്കരുത്, അങ്ങനെ എന്നൊക്കെ പറയും. കഴിവിന്റെ പരമാവധി ആ കുട്ടി എടുക്കാറില്ല അത്രേ. പക്ഷെ രാത്രി ഒരു 11 മണിക്കൊക്കെ ഇയാള് ഭാര്യയൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ മെല്ലെ ഉണർന്നിട്ട് പുറത്തു പോകുന്നു. പുറത്തു പോയിട്ട് അദ്ദേഹം തന്റെ മൊബൈലിൽ ഒരു പുതിയ സിം കാർഡ് ഇടുക. എന്നിട്ട് പുതിയ സിം കാർഡ് ഇട്ടിട്ട് ഈ പുതിയ നമ്പറിൽ നിന്നും ഭാര്യയുടെ ഫോണിലേക്ക് വിളിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്ന സമയത്ത് ഈ പാവം സ്ത്രീ, അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉണരുന്നു. കട്ടിലിൽ നോക്കുന്ന സമയത്ത് ഭർത്താവിനെ കാണുന്നില്ല. ഇനി ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ എവിടേക്കും എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് എണീറ്റ് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്ത്രീ ഈ ബെല്ലടിക്കുന്ന ഈ മൊബൈൽ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇയാള് അടി അനക്ക് തന്നെ പണിയല്ലേ, അറിയാത്ത നമ്പറിൽ നിന്ന് ഫോൺ വരുമ്പോൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ട്, ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് വന്നിരുന്ന് ഫോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സംശയ രോഗത്തിന്റെ കാഠിന്യം, ഒരു പുതിയ സിം കാർഡ് എടുത്ത് സ്വന്തം ഭാര്യയെ പരീക്ഷിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടകരമാണത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും പലപ്പോഴും വിടാതെ പിന്തുടരുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ വിട്ടു പറഞ്ഞേക്കാം, സംശയ രോഗമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ അത് തീയിൽ ജീവിക്കുന്നത് പോലെയാണ്. നരകമാണ് ആ കുടുംബം. ഒന്നല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കുക. അവിടെയും സൂക്ഷിക്കണം. കൗൺസിലിങ്ങിന് വേണ്ടി പോയിട്ട് പരസ്പരം ഭാര്യയെയും ഭർത്താവിനെയും ഇരുത്തി കൗൺസിൽ ചെയ്തതിന് ശേഷം, ചോദിച്ചറിഞ്ഞതിന് ശേഷം, മിക്കവാറും ചില കൗൺസിലർമാർ ഓരോരുത്തരെയും ഒറ്റക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ ഭാര്യയെ സംശയമുള്ള ഭർത്താവാണെങ്കിൽ കൗൺസിലറുടെ റൂമിൽ ഒറ്റക്ക് ഭാര്യ ഇരിക്കുമ്പോൾ അത് വലിയ വിഷയങ്ങളിലേക്ക് പോവാറുണ്ട്. അതേപോലെ തന്നെ ഭർത്താവിനെ സംശയമുള്ള ഭാര്യയാണ് എങ്കിൽ, കൗൺസിലർ സ്ത്രീയാണെങ്കിൽ ഭർത്താവ് തനിയെ ആ കൗൺസിലറുടെ റൂമിൽ ഇരിക്കുമ്പോഴും വലിയ പ്രശ്നത്തിലേക്ക് പോവാറുണ്ട്. അവിടെയും നമ്മൾ സൂക്ഷിച്ച് കൈമാറണം. അതല്ല എങ്കിൽ ആ കൗൺസിലിങ്ങിന് പോയി വരുമ്പോഴേക്കും അതിനേക്കാൾ വലിയ അടി കുടുംബത്തിലേക്ക് എത്തുമ്പോൾ നടക്കും. കാരണം സംശയ രോഗം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ വിപത്താ, വലിയ ഇടങ്ങറാണ്. എത്ര സൗന്ദര്യമുള്ള ഭാര്യയാവട്ടെ, അല്ലെങ്കിൽ എത്ര നല്ല ഭർത്താവട്ടെ, ആ കുടുംബത്തിൽ വല്ലാത്തൊരവസ്ഥയായിരിക്കും, വല്ലാത്ത മലിനമായിരിക്കും അവരുടെ ജീവൻ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള മാർഗങ്ങൾ പല തെറാപ്പികളും മെഡിറ്റേഷൻസിനും പിന്നെ വിദഗ്ധമായ കൗൺസിലിംഗ് ഉണ്ട്, തെറാപ്പികളുണ്ട്, അഫർമേഷൻ തെറാപ്പി ഉണ്ട്. അതിലൂടെ ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. അതല്ല എങ്കിൽ വല്ലാതെ അങ്ങ് മുഷിപ്പുണ്ടാക്കി ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ അവിടെ വേർപിരിയുന്നതാണ് നല്ലത്. കാരണം ഈ സംശയ രോഗം കൂടിക്കൂടിയിട്ട് അത് കൊലപാതകത്തിലേക്കും അതുപോലെ തന്നെ വലിയ അപകടങ്ങളിലേക്കും എത്തിക്കാറുണ്ട്.
വലിയ പ്രശ്നമാണത്. മനുഷ്യൻ ഒരുപാട് സമയം ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യത്തിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഇതുപോലെ ഭാര്യയെ തജസ്സുസ് ചിക്കിക്കുത്തുക, ഭർത്താവിനെ ചിക്കിക്കുത്തുക, അങ്ങനെ ചിക്കിക്കുത്തി പിന്നാലെ നടന്നിട്ട് മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മനോനിയന്ത്രണം നഷ്ടപ്പെടും. അങ്ങനെ മനോനിയന്ത്രണം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ മക്കളുണ്ടോ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, വാപ്പ, ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ മതം, അതൊന്നും പ്രശ്നമല്ല. ഒരു പക്ഷേ അവളെ ഇല്ലാതെയാക്കുക, അതല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കുക. നമ്മൾ എത്രയോ വാർത്തകൾ അല്ലെങ്കിൽ എത്രയോ വീഡിയോസുകൾ കണ്ടതാണ്. വർഷങ്ങളായി തെറ്റിപ്പിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ ആ ഒരു സംശയരോഗം ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവളോടുള്ള കടുത്ത പക തീർക്കാൻ വേണ്ടി അവൾ സ്വന്തമായി അധ്വാനിച്ച് കുടുംബം നോക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു. അവിടെയും വർഷങ്ങൾക്ക് ശേഷം എത്തിയിട്ട് നടു റോട്ടിലിട്ടിട്ട് കുത്തിമലർത്തിയ കഥകൾ അല്ലെങ്കിൽ കുത്തിമലർത്തിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ പിറകിൽ ചോദിക്കുമ്പോൾ പറയുന്നത് അവൾക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട്, എന്നിട്ട് അവൾ തെറ്റിപ്പിരിഞ്ഞ് അവളുടെ കുടുംബത്തിൽ പോയി ഇപ്പോഴും അവനുമായിട്ട് ഫോൺ ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ സംശയം. സത്യത്തിൽ ചിലപ്പോൾ അതൊന്നും അങ്ങനെ തന്നെ ഇല്ല. ഉള്ള കഥകളുണ്ട്, പലപ്പോഴും പല രീതിയിലുള്ള കഥകളുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സംശയരോഗം അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് എങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്യുവാൻ, നമ്മുടെ മനസ്സിൽ നിന്ന് അസ്വസ്ഥത മാറി കിട്ടണം. അതിനുള്ള ചില പ്രത്യേക തെറാപ്പികൾ, മെഡിറ്റേഷൻസുകൾ, കൗൺസിലിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി ആ ഒരു പ്രശ്നം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ കുടുംബം വലിയ വിപത്തിലേക്കാണ് പോവുക. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഇത് കണ്ട് ജീവിക്കുന്ന മക്കൾ അതിലേക്ക് വലിയ പ്രശ്നത്തിലായിരിക്കും. കൂട്ടുകുടുംബങ്ങളായിട്ട് തെറ്റായിരിക്കും. അങ്ങനെ വലിയ വിപത്തിലേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല കേസുകളും കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട്, എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, രണ്ടുപേരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു വിപത്തിലേക്ക്, അളവിനേക്കാൾ കവിഞ്ഞ രീതിയിലേക്ക് സംശയവും പ്രശ്നങ്ങളും, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടായിരിക്കും കേട്ടോ. അത് അങ്ങനെയാണ്. അത് സ്നേഹമുള്ളവർക്ക് അങ്ങനെ ചെറിയ കുശുമ്പും കുനിറ്റും വികൃതിയും തല്ലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഓവറായിട്ട് ഒരു രീതിയിലും നിങ്ങൾ അറിയാത്ത കാര്യത്തിൽ ചുമ്മാ സംശയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചില ഭാര്യമാരുടെ ഭർത്താക്കന്മാര് പുറത്തു പോയി വന്ന് തലം തൊട്ട് വെക്കും. കുളിച്ചിട്ടാണ് നിങ്ങൾ വന്നുകളല്ല, അപ്പൊ വേറെ സ്ത്രീയുടെ അടുത്ത് പോയി വന്നിക്കുക, നിങ്ങൾ എവിടെയോ വേണ്ടാത്തരം ചെയ്ത് വന്നിരിക്കുക എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. ഒരു പക്ഷെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവായിരിക്കാം, തല വേർത്ത് വരുന്ന ഭർത്താവായിരിക്കാം. അപ്പൊ അവരുടെ ഉള്ളെന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധം, മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ട്. ഇങ്ങനെ മനസ്സ് ആകെ മലിനമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടെ പിന്നെ പണ്ടൊരാള് പറഞ്ഞില്ലേ, ഒരു മാങ്ങ ഒരു കാട്ടത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ കഴുകി വൃത്തിയാക്കാം. പക്ഷേ കാട്ടം എത്ര കഴുകിയാലും കാട്ടം തന്നെയാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഒരു രീതിയിലും ഒന്നിനും ഒരു ചികിത്സക്കോ അതല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ ഒരു തെറാപ്പിക്കോ ഒരു രീതിയിലും വിജയിപ്പിക്കാൻ പറ്റാത്ത, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെങ്കിൽ പിന്നെ അത് വെച്ചുണ്ടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ നിങ്ങൾ നശിക്കും, അല്ലെങ്കിൽ അവർ നശിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൊലപാതകിയായി തീരും, ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശീലനം നേടിയ തെറാപ്പിസ്റ്റുകളോ കൗൺസിലിങ്ങിന്റെ അടുത്തോ പോയിട്ട് അത് പരിപൂർണമായിട്ടില്ല എങ്കിൽ ഒരു 60-70% മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അങ്ങനെ സംശയത്തിന്റെ മാർഗങ്ങൾ ഒഴിവാക്കുന്ന പ്രവർത്തികൾ ചെയ്യുക. അതേപോലെ തന്നെ ഉദാഹരണത്തിന് എനിക്കൊരാൾ പിന്നെ സംശയമുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ അയാൾ എന്നെ വിശ്വസിക്കുന്നതായിട്ട് കണ്ണടച്ച് കാണുക, എന്നെ ഏറ്റവും വിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അയാൾക്ക് എന്നെ സ്നേഹമുണ്ട്. അങ്ങനെ നമ്മൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കുറിച്ച് കാണുക, ഭർത്താവാണെങ്കിൽ ഭാര്യയെ കുറിച്ച് കാണുക. അങ്ങനെ നമ്മുടെ ആ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള കുറേ തോട്ടുകൾ ഉണ്ടായിരിക്കും. അതിനെ പോസിറ്റീവായ തോട്ടുകളെ കൊണ്ട് മെല്ലെ ഇല്ലാതെയാക്കിയിട്ട് നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം പറയാൻ കാരണം ഇപ്പൊ കുറച്ചായിട്ട് ഈ മൊബൈൽ ഫോണും സൗകര്യങ്ങളും വീഡിയോ കോളൊക്കെ വന്നപ്പോൾ സ്ഥിരമായിട്ട് ക്ലിനിക്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള, സൗന്ദര്യമുള്ള, സമ്പത്തുള്ള സൗകര്യങ്ങളുള്ള ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കുടുംബത്തിൽ വെറും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ച് മുണ്ടാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ, ഒരു ചുംബനം നൽകാതെ, ഒന്ന് അടുത്തിരിക്കാതെ, തൊള്ള തുറന്ന് വായ തുറന്ന് സംസാരിക്കാതെ, എന്താ പറയാ, ഒരു പിശാചിന്റെ കൂടാരമായിട്ട് മാറിയിരിക്കുന്ന കുറെ കഥകൾ അല്ലെങ്കിൽ കുറെ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വന്നപ്പോഴാണ്. എന്താണെങ്കിലും ഒരു നിമിഷം നമ്മൾ എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കട്ടെ എന്ന് ഉണർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.